മഞ്ജു വാര്യറുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം നിഗൂഢതകളാണ് നിലനിൽക്കുന്നത്. അവരുടെ വിവാഹമോചനം നമുക്കറിയാം. അതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ഒരു സംവിധായകനാണ് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ ഒളിച്ചോടിയിരുന്നു എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പല ആളുകളെ പ്രണയിച്ചിട്ടുള്ള ഒരാളാണ് മഞ്ജു വാര്യർ എന്ന കാര്യം വളരെ വ്യക്തമായിട്ടൊരു കാര്യമാണ്. അതിന് ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കിട്ട്. ഇപ്പോൾ ഈ മഞ്ജു വാര്യർ വിഷയത്തിൽ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷം ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള സനൽകുമാർ ശശിധരൻ. സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് പത്രസമ്മേളനം നൽകിയപ്പം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മഞ്ജു വാര്യർ ആരുടെയൊക്കെയോ തടവറയിലാണ് അവർ കഴിയുന്നത്. അതുകൊണ്ട് അവരുടെ ബുദ്ധിയെയും ചിന്തകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു വലിയ മാഫിയാണ് എന്നുള്ളതാണ്. ഈ സനൽകുമാർ ശശിധരൻ്റെ ഈ ഒരു ഇതിലെന്താണ് തോന്നുന്നത്? കുറേ ഇത് ചർച്ച ചെയ്തതാണ്, ഇത് വീണ്ടും രംഗത്ത് വരികയാണ്. ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ, ഈ വീഡിയോക്കെതിരെ എന്തെങ്കിലും കേസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം താങ്കൾ തന്നെ ഏറ്റെടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ താങ്കൾ പറഞ്ഞ ആദ്യത്തെ വാചകത്തിലെ കാര്യങ്ങളോട് ഞാൻ ശക്തമായിട്ട് വിയോജിക്കുകയാണ്. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. കാരണം ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് ഒളിച്ചോടി എന്നൊക്കെയുള്ള പ്രയോഗം തന്നെ അങ്ങേറ്റം തെറ്റാണ്. ഒരാൾക്കൊരാളായിട്ട് ഇനി ആരായിട്ടാണെങ്കിലും അവർക്ക് പ്രണയമുണ്ടായെങ്കിൽ അതൊന്നും ഇതുപോലൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അവരെത്ര പേരെ പ്രണയിച്ചു എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ മഞ്ജു വാര്യരുടെ ഇഷ്ടമാണ്. അല്ലാതെ അതിപ്പോൾ താങ്കളെ കുറിച്ച് താങ്കൾ എത്ര പേരെ പ്രണയിച്ചിട്ടുണ്ട്, താങ്കൾ എത്ര പേരോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുള്ളത് കാര്യമില്ല. അത് താങ്കൾ പറയുന്നത് പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് അവരെ അപഹസിക്കാനും അപമാനിക്കാനും വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ആ വാക്കുകളോട് വിയോജിപ്പുണ്ട്. താങ്കൾ പറഞ്ഞ വാക്കുകളോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. തീർച്ചയായിട്ടും താങ്കൾക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ പറയുന്നു, ഇതിനെതിരെ ആരെങ്കിലും പരാതി കൊടുക്കുകയാണെങ്കിൽ എന്നെ ഒഴിവാക്കിക്കൊണ്ട് വേണം. കാരണം ഞാനിത് ബൈ ചെയ്യുന്ന ഒരാളല്ല. താങ്കളുടെ വാദങ്ങൾ കേസ് കൊടുക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക. പരാതി എനിക്കെതിരെ മാത്രം തരും. അതെ, താങ്കൾക്കെതിരെ പിന്നെ ബാക്കിയുള്ളവർക്കെതിരെ കൊടുത്താൽ അതിന് കുഴപ്പമില്ല. എന്നെ ഒഴിവാക്കുക. കാരണം ഞാൻ ഇത്തരം കേസുകളിൽ പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മനസ്സിലായി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വാചകമാണ്. ആരെ? ഈ നമ്മുടെ സനൽകുമാർ ശശിധരൻ. സനൽകുമാർ ശശിധരൻ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് വരുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവൻ സനൽകുമാർ ശശിധരനെതിരെ കോൺസ്പിരസി ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദമെന്ന് പറയുന്നത്. കാരണം ഇതിന് തൊട്ട് മുമ്പ് ഞാനിപ്പോൾ അത് വിശദമാക്കാം. ഒന്ന് ജോജു ജോർജായിട്ട് ഇതുപോലെ തെറിയും ബഹളവുമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ നമ്മൾ കേട്ടാണ്. ജോജു ജോർജിൻ്റെ ചോല എന്ന് പറയുന്ന സിനിമ ജോജു ജോർജ് എന്ന് തലയിടുകയും തലയിട്ടിട്ട് ജോജു ജോർജ് പാവം കയ്യിലെ കാശ് മുടക്കി ഏതാണ്ട് 1.5 കോടി രൂപ 2 കോടി രൂപ മുടക്കി അത് പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇടിയായതാണ്. അതിന് തൊട്ട് മുമ്പ് ടൊവിനോ തോമസ് പുള്ളിയുടെ പടത്തിൽ അഭിനയിക്കുകയും വഴക്ക് എന്നായിരുന്നു ആ പടത്തിൻ്റെ പടം. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ അടിയോടടിയായിരുന്നു, ഭയങ്കര വഴക്കായിരുന്നു. ആ വഴക്കിൽ ഇതുപോലെ അഭിനയിക്കുകയും ലാസ്റ്റ് വഴക്കിൽ അഭിനയിച്ചിട്ട് ടൊവിനോ തന്നെ സ്വന്തം പടം മറ്റേ ജോർജ് ജോർജ് പറയുന്നത് ജോർജ് ജോർജ് തന്നെ സ്വന്തം പടം തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് ഇയാൾക്കെതിരെയുള്ള ഗൂഢാലോചന ആയിരുന്നു എന്നാണ്. ടൊവിനോയുടെ കേസിൽ ടൊവിനോയുടെ മാനേജറായിട്ടുള്ള ഗോകുൽ അടക്കം ഈ പുള്ളിക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഇന്റർനാഷണലി തന്നെ പുള്ളിക്കെതിരെ ഒരു കോൺസ്പിരസി നടക്കുന്നുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയണേക്ക് ചിരിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാം. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇതല്ലല്ലോ പറഞ്ഞത്. പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം അതിനേക്കാളും വലിയ തമാശയാണ്. പത്രസമ്മേളനത്തിൽ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കണത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കഥ പ്രേക്ഷകരോട് പറയാനുണ്ട്. ഞാൻ ഈ മുല്ലപ്പന്തൽ എന്നൊക്കെ പറഞ്ഞ ഷാപ്പുണ്ട്, അതിൻ്റെ അകത്ത് 10-ാം മൈൽ എന്ന് പറഞ്ഞ ഷാപ്പുണ്ട്. ആ 10-ാം മൈൽ എന്ന് പറഞ്ഞ ഷാപ്പിൻ്റെ അവിടെ ഞാനൊരു ദിവസം രാവിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചെന്നിരുന്ന് രാവിലെ ഒരു 11 മണിക്ക് ചെന്നിരുന്ന് വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഞാൻ അവിടെ പോയതിന് ശേഷം തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ പറമ്പിൽ കിടന്ന് കോംപ്ലീറ്റ് ഒരു 10-25 പേര് തമ്മിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഇടിയാണ്. എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഇടിക്കുകയാണ് ചെയ്യണം. അപ്പോൾ 2 ഗ്രൂപ്പുകൾ തമ്മിൽ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ് വിഷയമെന്ന് അറിയാതെ ഞാൻ ഓടിച്ചെന്നിട്ട് ഈ നമ്മുടെ ഒരു ഷാജിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനോട് ചോദിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഷാജിക്കുട്ടൻ ഉടനെ തന്നെ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ബാക്കിട്ട് ചവിട്ടി, അതും പറഞ്ഞാണ് അവിടെ ഇടി കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ആരുടെ ബാക്കിട്ട് ചവിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഷാജിക്കുട്ടൻ്റെ വാദം കിട്ടി, ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ബാക്കിട്ട് ചവിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു തൻ്റെ ബാക്കിട്ട് ചവിട്ടി എന്ന് പിന്നെ താൻ ഒരാളുടെ ബാക്കിട്ട് ചവിട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ആ പുള്ളി എന്നോട് പറയാണ്, അല്ല എനിക്കറിയാൻ പാടില്ല, അവർ പറയണതാന്ന് പറഞ്ഞു. അതായത് ഈ ഷാജിക്കുട്ടനെ യഥാർത്ഥത്തിൽ ആരും ചവിട്ടിയിട്ടില്ല, പക്ഷെ പുള്ളീനെ ചവിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ 10-25 പേര് കിടന്ന് അങ്ങോട്ടും കൂടി ഇടിയും
തലക്കെട്ടടിയും പൂച്ചട്ടി വെച്ച് അടിയൊക്കെ കിടക്കാണ് മറ്റേ അവിടെ കിടക്കണം. അപ്പൊ അതായത് മാനസിക ഭ്രാന്താണ്. അല്ല പുള്ളി ഷാജിക്കുട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു ഷാജിക്കുട്ടി തനിക്ക് ചവിട്ട് കൊണ്ടാന്ന് ചോദിച്ചപ്പോൾ ഷാജിക്കുട്ടി പറഞ്ഞേ എനിക്കങ്ങ് പറയാൻ പാടില്ല, പക്ഷെ ഇവരൊക്കെ പറയണ്ട് ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ സത്യം പറഞ്ഞ മഞ്ജു വാര്യരെ ആരൊക്കെയോ കൂടി പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സനൽകുമാർ ശശീന്ദ്രൻ പറയണത്. അതായത് ഒരു മിനിറ്റ് എക്സാക്ട് വാക്കിലാണ് അവരാരുടെയൊക്കെയോ തടവറയിലാണ് അവരുടെ മകളെ വെച്ചിട്ട് വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. അവര് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് ഇതേ സനൽകുമാർ ശശീന്ദ്രൻ ഒരു മറ്റേ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വിട്ടു. അതായത് ഇയാൾ അമേരിക്കയിൽ നിൽക്കുമ്പോൾ ഒരു കൊല്ലമായി നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വിട്ടു. ആ ക്ലിപ്പുകൾ കേട്ടാൽ നമുക്കറിയാം അതെന്തല്ലെന്ന്. അത് മഞ്ജു വാര്യർ അല്ലെന്നറിയാം. പക്ഷെ മഞ്ജു വാര്യർ ഭയന്ന് വേറെ ആരുടെയോ സൗണ്ടിൽ ഇയാളെ വിളിക്കണെന്നൊക്കെയാണ്. ആ ഓഡിയോ ക്ലിപ്പ് മഞ്ജു വാര്യരുടേതല്ല എന്ന് ഉറപ്പാണോ? അല്ല, മഞ്ജു വാര്യരുടെ അല്ലെന്നാണ് കേൾക്കുമ്പോൾ നമുക്ക് വന്നത്. നമ്മൾ ഫോറൻസിക് എക്സ്പേർട്ട് ഒന്നുമല്ല. എൻ്റെ സംശയത്ത് വളരെ സിമ്പിളാണ്. എൻ്റെ പൊന്ന് ഗൗതം, ഞാൻ പറയുന്നത് ഗൗതത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഉറപ്പില്ല. ഉറപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, കേൾക്കുമ്പോൾ തോന്നില്ല, ഉറപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഗൗതം എനിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. രതീഷ് ചക്രവാണി എന്നെ നിരന്തരം സ്റ്റോക്ക് ചെയ്ത് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കണമെന്ന് വെച്ച് പരാതി കൊടുക്കുമ്പോൾ ഞാൻ പത്രസമ്മേളനം വിളിക്കുകയും ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പറയുകയും ചെയ്യാണ് ഗൗതത്തെ ആരൊക്കെയോ തടഞ്ഞു വെച്ചുകൊണ്ട് ഗൗതത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്ലീസ് സേവ് ഗൗതം എന്ന് പറഞ്ഞ് അലവളിക്കുമ്പോൾ പോലീസ് വിളിച്ചിട്ട് നേരെ ചോദിക്കാൻ പോണ ഒറ്റ കാര്യമുള്ളൂ, ഗൗതം നിങ്ങൾ ആരെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ട്? അപ്പോൾ ഗൗതം പറഞ്ഞു എന്നാരും തടഞ്ഞു വെച്ചിട്ടില്ലല്ലോ, കുഴപ്പമില്ല, എന്നെ തടഞ്ഞൊന്നും വെച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുള്ളി സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം വെച്ചാൽ പുള്ളിയുടെ 2 സിനിമകളൊന്നും ചോല, ഒന്ന് വഴക്ക്, പിന്നെ മഞ്ജു വാര്യരുടെ കയറ്റം. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടല്ലോ, അതുകൊണ്ട് ഒരു കയറ്റത്തിൽ അഭിനയിച്ചതിന്റെ പാവം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പുറകെ നടന്ന് അവരെ പ്രണയിക്കുകയും രക്ഷിക്കുകയും വേണമെന്നുള്ളതിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പറയുന്നത് ശരിക്കും മഞ്ജു വാര്യർക്ക് എന്നോട് പ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ മഞ്ജു വാര്യർ എന്ത് ചെയ്തതാണ്? മഞ്ജു വാര്യർ അത് മറ്റേ പറയാത്തതാണ്, ആളുകളൊക്കെ പേടിച്ചിട്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ എല്ലാ സിനിമകളും ഇനി അടുത്തത് ടൊവിനോ തോമസിൻ്റെ സിനിമ എടുത്ത് ടൊവിനോ 10-28 ലക്ഷം രൂപയ്ക്ക് സിനിമ എടുത്ത് ആ സിനിമ പുള്ളി IFKൽ പ്രദർശിപ്പിച്ചപ്പോഴത്തേക്കും ടൊവിനോ അജയൻ്റെ 2ാം മോഷം എന്ന് പറഞ്ഞ സിനിമ കാസർഗോഡ് നിന്ന് തന്നെ ടൊവിനോ പാവം അവിടെ നിന്ന് വന്ന് ഈ സിനിമയുടെ കൂടെ ഇരുന്ന് ആളുകളുടെ കൂടെ ഇരുന്ന് കണ്ട് ഇൻട്രാക്ട് ചെയ്ത് അതിനുശേഷം പുള്ളി OTTക്ക് കൊടുക്കാൻ നമുക്ക് തിയേറ്ററിൽ ഇത് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ടൊവിനോ പറഞ്ഞു ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്തൊരു പാൻഷിപ്പൊന്നും കാണൂല, കാരണം ഇത് അങ്ങനെയുള്ളൊരു സിനിമയല്ല. ഇപ്പം IFKൽ ശരിയാണ് ആദ്യം തന്നെ ആളുകൾ വരും, പക്ഷെ അതുപോലെയല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ലാസ്റ്റ് ഗോകുലിനോട് സംസാരിക്കാൻ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞേ ഗോകുൽ എന്ന് പറഞ്ഞാൽ ടൊവിനോയുടെ മാനേജറാണ്, അവൻ പുള്ളിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവനാണ്, അവന് കൊടുക്കരുതെന്നാണ്. സത്യത്തിൽ പുള്ളിക്ക് ആവശ്യമുള്ളത് നമ്മുടെയൊക്കെ വലിയ എമ്പതി ആവശ്യമുണ്ട്. പുള്ളി എത്രയും പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യണം. ഞാൻ ഈ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടില്ല തുറന്നു പറഞ്ഞാൽ, പക്ഷേ എനിക്ക് വളരെ വേണ്ടപ്പെട്ട, ഞാൻ വളരെ കൃത്യമായി സുഹൃത്തായിരുന്ന ചില ആളുകളോട് പുള്ളി നിരന്തരമായി സംസാരിക്കുകയും അമേരിക്കയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പുള്ളി ഇതുപോലെ മഞ്ജു വാര്യരെ രക്ഷിക്കാനുള്ള വലിയ പ്രയത്നം അവിടെ കിടന്ന് നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. മനസ്സിലായേ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മഞ്ജു വാര്യരെ രക്ഷിക്കണമെങ്കിൽ അവർ പറയൂലേ, അവർ പറയണേ എൻ്റെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല, എനിക്കൊരു പരാതിയില്ല, ഒരു പ്രശ്നമില്ല, കൂടാതെ എനിക്കുള്ള ആകെയുള്ള പരാതി എന്ന് പറയുന്നത് ഇയാളെന്നെ ഉപദ്രവിച്ചുകൊണ്ട് എന്നെ പുറകെ കിടക്കുന്ന പറയുമ്പോൾ എന്താണ് ഈ പറയുന്നത്? കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനം അതാരും കവർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരാതിയായിട്ട് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ കൂണ് പോലെ നിരവധി യൂട്യൂബ് ചാനലുകളുണ്ട്, അവരാരും ഇത് ചർച്ചയാക്കിയിട്ടില്ല, മീഡിയ 1 മാത്രമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഇയാൾ പറയുന്നത് മുംബൈയിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്നു കഴിഞ്ഞ വർഷം. അന്ന് അറസ്റ്റ് ചെയ്തിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയപ്പോൾ മജിസ്ട്രേറ്റ് പറയുന്നു ഇയാൾക്കെതിരെ എങ്ങനെയാണ് കേസ് എടുത്തത്, ഈ തെളിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്വയം ജാമ്യത്തിന് വിട്ടയച്ചു എന്നാണ് പറയുന്നത്. അപ്പം പുള്ളിയുടെ ആവശ്യം എന്ന് പറയുന്നത് അതിൽ അന്വേഷണം നടത്തണം. ഞാൻ കുറേ പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ നമ്മൾ നേരത്തെ സംസാരിച്ച പോലുള്ള ഓഡിയോ ക്ലിപ്പ് മഞ്ജു വാര്യരുടെ, അവർ തടവറയിലാണ്, മകളുടെ ജീവൻ വെച്ചിട്ട് പലരും വിലപേശുന്നു തുടങ്ങിയ കുറേയധികം തെളിവുകൾ പരാതിയൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും അന്വേഷണം നടക്കുന്നില്ല. അന്വേഷണം നടക്കൂ, അന്വേഷണം നടത്തിയിട്ട് ഞാനൊരു തെറ്റുകാരനാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ തരണം എന്നാണ് പുള്ളിയുടെ ആവശ്യം. പുള്ളിയുടെ ആവശ്യം ഇപ്പം അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വയനാട് എന്നുള്ളൊരു പയ്യൻ ജന്തർ മന്ത്രി പോവുകയും മനോരമ ഒരു ബൈറ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ ബൈറ്റ് എടുത്ത് കൊടുത്തതിന് ശേഷമാണ് കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആ പയ്യൻ ചികിത്സയിലായിരുന്നു എന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ മനോരമ എന്ത് ചെയ്യുന്നു വെച്ചാൽ മാപ്പൊന്നും പറഞ്ഞില്ല, നൈസായിട്ട് അതങ്ങനെ മുക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു സാമാന്യ ബോധമുള്ള മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ട പണിയാണ്.
ഈ പുള്ളി തന്നെ ഇതിലെനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ പത്രക്കുറിപ്പിൽ ഇന്ന് പുള്ളി ഇട്ടേക്കണ കുറിപ്പിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അതെന്താ വെച്ചാൽ ഇന്നലെ ഞാൻ നടത്തിയ പത്രസമ്മേളനം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വലിയ ശ്രമം നടത്തുന്ന പുള്ളിയോട്. അത് ആരൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. 10ഓളം മുഖ്യധാര ന്യൂസ് ചാനലുകളും 100 അതിലധികം യൂട്യൂബ് ചാനലുകളുള്ള കേരളത്തിൽ ഈ പത്രസമ്മേളനം ആകെ ലൈവ് ചെയ്തത് മീഡിയ 1 TV മാത്രമാണ്. അതിലെനിക്ക് അത്ഭുതമില്ല. എൻ്റെ പൊന്നു സുഹൃത്തെ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കി. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം പിണറായി വിജയൻ്റെ 2 മിനിറ്റും 8 മിനിറ്റും ഒക്കെയാണ് ചാനലുകൾ ലൈവ് ചെയ്തിട്ടുള്ളത്. ആകെ അത് ഫുള്ളായി കൊടുത്ത 42 മിനിറ്റ് കൊടുത്ത ഏക ചാനൽ എന്ന് പറയുന്നത് കൈരളി TV ആണ്. അപ്പോഴാണ് ഇതുപോലെയുള്ള അസംബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ. ഇനി ഇതിൽ പുള്ളിക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ എനിക്കുള്ളത് ഇത്രയാണ്. കേരളത്തെ പിടിച്ചടക്കിയിരുന്ന മാഫിയയുടെ എച്ചിൽ പണം തിന്നാത്ത മാധ്യമ തലവന്മാർ വിരളമാണ്. അതൊക്കെ ശരി തന്നെ. മാധ്യമം അവരുടെ പത്രത്തിലെ 7ാം പേജിൽ ഒറ്റക്കോളം വാർത്തയായിട്ടാണെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയാള മനോരമയും അവരുടെ പത്രത്തിൽ ചരമക്കോളത്തിനെതിരെയുള്ള പേജിൽ ഒരു കോളം വാർത്ത നൽകിയിട്ടുണ്ട്. അത് കറക്റ്റാണ്. ചരമക്കോളത്തിന് എതിരെയുള്ള പേജിലാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഒന്നുകിൽ കേരളത്തിലെ ബാക്കിയുള്ള പത്രങ്ങളായ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ മനോരോഗ വിദഗ്ധന്മാരാകും എഡിറ്റർമാർ. അപ്പോൾ ഏതാണ്ട് ഒരു യാഥാർത്ഥ്യത്തോട് പുള്ളി അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയ മതി ആ വാചകത്തിലൂടെ. അവർക്ക് ഈ പത്രസമ്മേളനം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭ്രാന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ്. പിന്നെ എൻ്റെ പൊന്ന് ഗൗതം, ഞാൻ ഗൗതത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ പോലീസുകാർ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു പണി, അവർ ഗൗതം വലിയൊരു സെലിബ്രിറ്റി ആണെങ്കിൽ ഗൗതത്തെ വിളിക്കും. ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ തടവിലല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, വിടും. രണ്ടാമത്തത്, എനിക്ക് കുറേ വോയിസ് ക്ലിപ്പുകൾ കിട്ടി ബാക്കിയുള്ളതാണെന്നുള്ളത് ഞാനൊരു പരാതി കൊടുക്കുമ്പോഴും ഇത് മറ്റൊരാളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലല്ലേ പോലീസിൽ അന്വേഷിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ എങ്ങനെയാണ് പോലീസ് ഒന്ന് അന്വേഷിക്കുക? താങ്കളൊന്ന് പറഞ്ഞു നോക്കിയേ. ഇല്ല ഷാജിക്കുട്ടൻ പറഞ്ഞ പോലെ എൻ്റെ ബാക്കിട്ടി ഔട്ട് ചെയ്ത് പറഞ്ഞാൽ അവർ കിടന്ന് ഇടിയുണ്ടാക്കണേന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടിയുണ്ടാക്കാൻ പോലീസിന് പറ്റുമോ? കേരള പോലീസിന് പറ്റുമോ? വെള്ളം അടിച്ചിരിക്കുന്ന ആളുകൾക്ക് പറ്റും. മറ്റേ ഷാപ്പിൽ രാവിലെ പോലെ വൈകുന്നേരം വരെ ഇരിക്കുന്നവനെ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇടിയുണ്ടാക്കാൻ അത് മതിയായിരിക്കും. ഇതുപോലെ പറ്റുമോ ഇത്? സത്യം പറഞ്ഞാൽ സനൽകുമാർ ശശിധരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കൾ ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു നടിയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് വിളിച്ചിറക്കുകയും പല തരത്തിൽ അവരെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കയറ്റം സിനിമയിൽ തന്നെ ഹിമാലയത്തിൽ വേറെ എവിടെ കണ്ടൊക്കെ പോയി ഷൂട്ട് ചെയ്തപ്പോൾ അവർ മറ്റേ ഇവരുടെ ഒപ്പം ആയിരുന്നു, വേറെ ആളുടെ ഒപ്പം ആയിരുന്നു. ഇങ്ങനെ പല അപമാനകരമായിട്ടുള്ള കാര്യങ്ങൾ പറയും. മാനേജർമാർ കൂടെ ഉണ്ടായിരുന്നു, അവർ ഇയാളെ എന്ത് ചെയ്തു, അകറ്റി നിർത്തി എന്നൊക്കെ പറയുന്ന പല വാചകങ്ങളും പറയണേ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോട്ടെ, ഇയാളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോട്ടെ. ആർക്കെങ്കിലും നിങ്ങളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുത്തി അടങ്ങൂന്ന് പറയാൻ പറ്റുമോ? അതിന് നിങ്ങൾ കാരണം കണ്ടെത്തിയിട്ട് പറയണേ അവരെല്ലാവരും കൂടി തടഞ്ഞു വെച്ചേക്കണേ, അല്ലെങ്കിൽ അവർ വന്ന് കെട്ടിപ്പിടിച്ചേനെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്? എനിക്ക് കൂടി ഇരുന്ന് പറഞ്ഞൂടെ മഞ്ജുവാരൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാലേ എല്ലാവരും കൂടി തടഞ്ഞു വെച്ചേക്കണേ എന്ന് പറയാൻ പാടില്ലേ? എന്താണ് ഈ പറയണത്? സത്യത്തിൽ പുള്ളി ഒരു സഹതാപം അർഹിക്കുന്നുണ്ട്, പുള്ളി ചികിത്സ അർഹിക്കുന്ന ഒരാളാണ്. പക്ഷെ പ്രശ്നം പുള്ളി പണി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ അവർ അനുഗ്രഹീതയായിട്ടുള്ളൊരു നടിയാണ്. അവർ ജീവിതത്തിൽ വലിയ വിഷമതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും വന്നിട്ടുള്ള ഒരു ആളാണ്. അവരെ വെറുതെ ആളുകൾക്ക് ഒരു രസിക്കാനുള്ള പരിപാടിയായിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കുന്ന കാര്യം പുള്ളി നിർത്തണം. പുള്ളിനെ ഒരു തവണ ഇളമക്കരെ പോയത് അറസ്റ്റ് ചെയ്തതാണ്. പുള്ളിനെ ബോംബെന്ന് അവരെ ഈ ബോംബെയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കാര്യം എന്താ? ഇന്ത്യയിൽ എവിടെയെങ്കിലും എയർപോർട്ടുകളിലേക്ക് ഒരു ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ അവർക്ക് തടഞ്ഞു വെച്ചേ പറ്റൂ. എന്നാലും പോലീസുകാർ വളരെ മര്യാദ അടിച്ചു. കാരണം എന്താ? പോലീസ് ഇട്ടിട്ടുള്ള കേസിൽ വകുപ്പുകളൊക്കെ വളരെ ദുർബലമായ സാധാരണ വകുപ്പുകൾ ഇട്ടുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ പോലെ സ്വന്തം ജാമ്യത്തിൽ വിട്ടത്. അല്ലാതെ മറ്റേ സ്വന്തം ജാമ്യത്തിൽ ഒരിക്കലും ഒരു കോടതിയും വിടൂല. വിടണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. ഒന്ന്, പോലീസ് അതിനെ എതിർക്കാതിരിക്കണം. രണ്ടാമത്തെ, പോലീസ് അത്ര ട്രിവിയൽ ആയിട്ടുള്ള വകുപ്പുകൾ ഇട്ടിട്ടുണ്ടാണ്. ഇത് രണ്ടും ഇട്ടതുകൊണ്ടാണ് എൻ്റെ പൊന്ന് സനൽകുമാറിങ്ങ് പോകുന്നത്. പിന്നെ സനൽകുമാറിനെ ഈ തിരുവനന്തപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തല്ലേ? എവിടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എന്ത് ചെയ്ത് അറസ്റ്റ് ചെയ്ത്. അന്നേരം പുള്ളി ഇതുപോലെ എന്നെ മറ്റേ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി കേരള പോലീസായിരുന്നു. ഈ എളമക്കര സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരായിരുന്നു. എന്തൊക്കെയാണ് എന്തായാലും സനൽകുമാർ ശശിധരന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അത് ആരംഭിച്ചത് മഞ്ജു വാര്യറിൽ വെച്ച് സിനിമ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ്. ഈ കയറ്റം എന്ന് പറയുന്ന സിനിമ ഹിമാലയൻ ടെറയിൽ നടക്കുന്ന ഒരു സിനിമയാണ്. 2020 ആ സിനിമ എല്ലാം കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ തിയേറ്റർ റിലീസ് ചെയ്യാനായിട്ട് സാധിച്ചു. പുള്ളിയുടെ ഒരു സിനിമയും തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പുള്ളിയുടെ ഒഴിവ് ദിവസത്തെ കളി തിയേറ്ററിൽ പോയി കണ്ടു. ഒഴിവ് ദിവസത്തെ കളി തിയേറ്ററിൽ പോയി കണ്ടു. അതിനുശേഷമുള്ള കാര്യമാണ് ഞാൻ പറയണത്. ഇപ്പൊ ഇതിന് ശേഷം പുള്ളി ഈ പറയുന്ന പോലെ ജോജുവിന്റെ സിനിമ ഇത് തിയേറ്റർ റിലീസായില്ല. ഇത് ടൊവിനോ തിയേറ്റർ റിലീസായില്ല. പുള്ളിയുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ സിനിമകൾ ഫിലിം ഫെസ്റ്റിവലിൽ പോലും അയച്ചു കൊടുക്കരുത്. കാരണം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിനെ തകർക്കാനുള്ള ലോബി അവിടെ നിന്ന് ലീക്ക് ചെയ്യുമെന്നാണ്. അതായത് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ പുള്ളി നല്ല ബിരിയാണി ഉണ്ടാക്കി, പക്ഷെ ഒരു പട്ടിക്ക് ഞാൻ കഴിക്കാൻ തരില്ല, പകരം ഞാൻ തന്നെ ഒറ്റക്ക് തിന്നും, എന്നിട്ട് ഇത് സൂപ്പർ ബിരിയാണിയാണെന്ന് നിങ്ങളെല്ലാം പറയണമെന്നാണ്. എൻ്റെ പൊന്നുകോതും എങ്ങനെയാണ് അത് ശരിയാവൂടാ?
ഗൗതം ഒരു ചായ ഉണ്ടാക്കിയിട്ട് ഗൗതം ഒറ്റ കുടിച്ചിട്ട് രതീഷ് ചക്രവാണിയോട് പറയുകയാണ്. ഗൗതത്തിനും ചില സ്വഭാവം ഉണ്ട് അങ്ങനെ. ഗൗതം പറയുകയാണ് സുഗ്രം ചായയാണെന്ന് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ കുടിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു തുള്ളിതാ. അപ്പം ഇതുപോലെ ഈ പറയുന്ന പുള്ളി ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പുള്ളിക്ക് 49-50 വയസ്സേ ഉള്ളൂ. പുള്ളി ജനിച്ച ഡേറ്റ് മാറിപ്പോയി എന്ന് പറയുന്ന ഒരു ചില അഭിപ്രായം എനിക്കുണ്ട്. കാരണം പുള്ളി ഏപ്രിൽ 8-നാണ് ജനിച്ചത്. ഒരു 7 ദിവസത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ 1977-ലാണ് പുള്ളിക്ക് ഒരു 50 വയസ്സ്, 49-50 വയസ്സുണ്ട്. പുള്ളിയുടെ സഹതാപമുണ്ട്. കാരണം പുള്ളി എത്രയും പെട്ടെന്ന് പുള്ളിയുടെ കാര്യം മനസ്സിലാക്കി പുള്ളി എന്ത് ചെയ്യണം, ഒരു ആളുടെ ചികിത്സ തേടിക്കൊണ്ട് പുള്ളി എന്ത് ചെയ്യണം, പുള്ളി മര്യാദക്കാണ്. കാരണം പുള്ളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഗുണം കൂടി പറയാം, പുള്ളിക്ക് ഭയങ്കരമായ, എനിക്കറിയില്ല, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ മൊത്തം അന്വേഷിച്ചതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈവൻ ടൊവിനോനെ ആളുകളൊക്കെ വിലക്കിയിരുന്നു ഈ പണിക്ക് പോകല്ലേ പ്രശ്നമാവുമെന്ന്. ജോജുവിന് ആളുകൾ വിലക്കിയിരുന്നു. അതുപോലെ മഞ്ജു വാര്യരുടെ ആളുകൾ പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് സെക്കൻഡറി ആയിട്ട് കിട്ടുന്നത് പോലെ, ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇവരെല്ലാം പോയതൊരൊറ്റ കാര്യം കൊണ്ടാണ്. അത് ഈ പുള്ളിക്ക് ഒരു ഡയറക്ടോറിയൽ ടാലൻ്റ് ഉള്ള അപാരമായ മിടുക്കുള്ള ഒരാളാണ്. അപ്പോൾ ആ മിടുക്ക് താൻ ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ പുറകെ നടന്ന് അവരോട് പ്രണയമാണ്, അവരോട് എനിക്ക് സ്പിരിച്വൽ മണ്ണാങ്കട്ടയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് സമയം കളയല്ലേ. താങ്കൾക്ക് 50 വയസ്സ് എത്തിയിട്ടുള്ളൂ. താങ്കൾക്ക് ഇനിയും ഒരു 10-25 കൊല്ലം ഈ ഇന്ത്യയിൽ നിൽക്കാനും വലിയ സിനിമകൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. പ്രണയം പറയുന്നതിൽ എന്താ കുഴപ്പം? പറഞ്ഞു ഏതാ മഞ്ജു വാര്യരോട് ഇവിടെ പ്രണയം പറയാന്ന് പറഞ്ഞാൽ ഞാൻ താങ്കളെ പ്രണയിച്ചേ അടങ്ങൂന്നും പറഞ്ഞ് കുറെ കിടക്കാൻ പറ്റും. എനിക്ക് ഞാൻ പ്രണയം പറഞ്ഞു, താങ്കൾ റിജക്ട് ചെയ്തു, താങ്കൾ എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഞാനത് വിടണ്ടേ? താങ്കൾ എനിക്കെതിരെ പ്രണയം പറഞ്ഞപ്പോൾ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഇതില് സനൽകുമാർ ഇതില് നമ്മള് ചില കാര്യങ്ങൾ ബോധപൂർവ്വം സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ എന്താ വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിവിടെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അമേരിക്കയിലേക്ക് പോയി. 2023-ലാണെന്ന് തോന്നുന്നു. അപ്പോഴും മഞ്ജു വാര്യരായിട്ട് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞത് 2020-ൽ കൊടുത്ത, എൻ്റെ പേരിൽ കൊടുത്ത പരാതി ഞാനല്ല അത് കൊടുത്തത്, എന്നെ കൊണ്ട് കുറച്ച് ആളുകൾ ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇത് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം ഇതൊരു പക്ഷേ ഇത് ഫേക്ക് ചെയ്യുന്നതായിരിക്കാം, കളവ് പറയാം. മഞ്ജു വാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് മഞ്ജു വാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക, അപ്പം എന്താണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്? എൻ്റെ പൊന്നു ഗൗതത്തിന് തോന്നുന്നുണ്ടോ മഞ്ജു വാര്യരെ പോലൊരു നടി അവർ ഇയാൾക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ അവരെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടാവില്ലേ? പോലീസ് വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ടാവില്ലേ? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, കേസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് മഞ്ജു വാര്യരോട് പോലീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ലേ? പക്ഷെ പോലീസിന് ഒരു കാരണവശാലും ഇപ്പോൾ എളമക്കര SHO രാവിലെ വന്നിട്ട് പത്രസമ്മേളനം വിളിച്ച് മഞ്ജു വാര്യരുടെ സൈഡ് പറയാൻ പറ്റുമോ? ഇല്ല. വളരെ സെൻസേഷണൽ കേസുകളിൽ ഒരു DYSPയോ അല്ലെ DYSP പോലും അല്ല, ഒരു DYSPയോ അസിസ്റ്റന്റ് കമ്മീഷണറോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള കമ്മീഷണറോ വന്നൊരു നിലപാട് പറയുന്നല്ലാതെ ഇത്തരം വലിയൊരു സെലിബ്രിറ്റിയുടെ കാര്യത്തിൽ, അതും സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളൊക്കെ നേടാനുള്ള വല്ല ഒരു സെലിബ്രിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവരെക്കുറിച്ചുള്ള കമൻറ്റുകൾ പോലീസിനൊന്നും പറയാൻ പറ്റില്ല. പോലീസ് ഇപ്പം ഇതുവരെയുള്ള മൊഴി പോലും പുറത്തുവിട്ടില്ല. അപ്പം ഇത് പോലീസിന് പറയാൻ പറ്റാത്തതുകൊണ്ട് വെറുതെ ഇരുന്ന് വായിട്ടടിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്കൊരു പരാതി ഇല്ലാത്ത കാര്യത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ കിടന്ന് 10 കൊല്ലമായിട്ട് പണിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ കാര്യമുള്ളത്? പിന്നെ പരാതി പുള്ളി ഇത് മാത്രമല്ല പറഞ്ഞേക്കണം. പുള്ളി പറഞ്ഞേക്കണ പരാതി ശരിക്കും പറഞ്ഞാൽ വേറെ ആളുകളുടെ സമ്മർദ്ദം മൂലം പുള്ളിക്കെതിരെ കൊടുത്തു പോയതാന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് പറയുന്നത്. ആരും ഈ വിഷയത്തെ പറ്റി സംസാരിക്കാതിരുന്നാൽ ഈ വിഷയം ഇല്ലാതായി പോകുമല്ലോ. ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടാണ് ഈ സമൂഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാലും ഈ വിഷയം പൊതുമധ്യത്തിൽ ഉണ്ടാകണം. കാരണം മഞ്ജു വാര്യരെ ആരൊക്കെയോ നിയന്ത്രിക്കുന്നു, ആരൊക്കെയോ അവരുടെ പിന്നാലെ ഉണ്ടെന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് നാളെ മോഹൻലാലിനെ കുറിച്ച് പറയണം. മോഹൻലാൽ ആരുടെയോ തടവറയിലാണ്, അവരെ രക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മോഹൻലാലിനെ രക്ഷിച്ച് ഞാൻ അടങ്ങൂ, കാരണം മോഹൻലാലിനെ രക്ഷിക്കാതെ വിടില്ല എന്ന് പറയണം. അപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ നാളെ പത്രസമ്മേളനം നടത്തി ഇത് പറയാം. അപ്പൊ പോലീസ് എന്ത് ചോദിച്ചാൽ പോലീസ് ഫോൺ എടുത്തിട്ട് വിളിക്കും, മോഹൻലാൽ ഇങ്ങനൊരു കാര്യം കേട്ടു, അല്ല ആവശ്യം ഉണ്ടാകുന്നതായിരിക്കും. ഒരാവശ്യമില്ല, ആ പുള്ളിക്ക് വേറെ പണിയില്ലാച്ചിട്ടാന്ന് പറയും. ആ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കും. അല്ലാതെ ഗൗതം എന്തി പറഞ്ഞുകൊണ്ടിരിക്കണം? ഗൗതം നാളെ പറയണേ രതീഷ് ചക്രവാണിയെ രക്ഷിക്കൂ, അദ്ദേഹം വലിയ തടവറയിലാണ്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഇന്റർനാഷണൽ കോൺഫറൻസ് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ അവരെന്നെ വിളിച്ച് ചോദിക്കും, രേഷ തനിക്കൊല്ല കുഴപ്പമുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, അവനോട്ടാണെന്ന് പറഞ്ഞാൽ ആ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കും. അല്ലാതെ എന്താ നിങ്ങളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കണം? പിന്നെ താങ്കൾ പറഞ്ഞ പ്രസ്താവനയിൽ ഒപ്പിട്ടവരും പ്രസ്താവനയും, ആ പ്രസ്താവന എന്താണെന്ന് വായിച്ചാൽ കാര്യം ബോധ്യപ്പെടും. അതിൽ ആർക്കും ഒപ്പിടാം. അതായത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം. അതിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഞാനും പറയാം, ഇതിൽ അന്വേഷണം വേണ്ടെന്നാണോ? ഇതിൽ അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ അന്വേഷണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ കേരള പോലീസോ സ്പെഷ്യൽ ബ്രാഞ്ചോ ബാക്കിയുള്ള ആളുകളോ ഒന്നും വെറുതെ ഇരിക്കുന്നവരല്ല. ഞാൻ തിരിച്ചു താങ്കളോട് ചോദിക്കുന്നു, താങ്കൾ എനിക്കെതിരെ ഒരു പരാതി എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തേക്കാൾ
അപ്പം എന്നിട്ട് ഞാൻ പറയണേ താങ്കളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വാർത്താ സമ്മേളനം നടത്തിയ പോലീസ് അപ്പം തന്നെ താങ്കളെ വീട്ടിൽ വിളിക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? അവിടെ വേറൊരു സംഗതി ഉണ്ട്, പോലീസ് എന്നെ വിളിക്കും. അപ്പോ എന്റെ പുറകിലെ ഒരാൾ ഇങ്ങനെ തോക്ക് വെച്ചിട്ടാണത്. തോക്ക് മാത്രമല്ല, വേണമെങ്കിൽ അതിലും കൂടുതൽ ഞാൻ കുറച്ചുകൂടി വിഷ്വലൈസ് ചെയ്ത് തരാം. അല്ല അങ്ങനെയല്ല, മഞ്ജു വാര്യരുടെ പുറകില് മറ്റേ എന്ത് ചെയ്യുക, മറ്റേ LTT-കാരൊക്കെ പണ്ട് മറ്റേ നടന്നേച്ച പോലെ കംപ്ലീറ്റ് ബെൽറ്റ് ബോംബ് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ എന്താണ് കെട്ടിപ്പിടിച്ചിരിക്കണമെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് തമാശ പൊന്ന് ഗൗതം, ഇതൊക്കെ വേറെ ആരുടെങ്കിലും പോയി പറയാം. ഇവര് ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നു, അവര് പല സ്ഥലങ്ങളിലും പോകുന്നു. അപ്പൊ ഒറ്റക്ക് നിൽക്കുന്ന ഒരു സമയം പോലും അവർക്ക് ഉണ്ടാവുന്നില്ല. ഒരു മെസ്സേജ് പോലും പോലീസിനോട് അയക്കാൻ പറ്റാത്ത ലെവലിലാണെന്നൊക്കെ ആരോടെ പറയണം. പിന്നെ അവരുടെ മകളെ വെച്ച് വിലപേശുന്നു. മകളെ വെച്ച് വിലപേശാൻ മകൾ നല്ല സുന്ദരമായിട്ട് സുഖമായിട്ട് ജീവിക്കണമെന്നും അവർ പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടെന്നും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർക്ക് നിരവധി സുഹൃത്തുക്കളുണ്ടെന്നും ഒക്കെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാൻ പാടില്ലേ? നിങ്ങൾ സത്യത്തില് സനൽകുമാർ ശശിധരനോട് എനിക്ക് പറയാനുള്ളത്, പ്രണയം മൂക്കാം, പക്ഷെ പ്രാന്താകരുത്. പ്രാന്തായിട്ട് എന്ത് ചെയ്യരുത്, ഇതുപോലെയുള്ള പണിയുമായിട്ട് ഇറങ്ങരുത്. മനസ്സിലായി? പ്രണയഭ്രാന്ത് പൂത്തിട്ട് ഇതുപോലെയുള്ള പണിയായിട്ട് ഇറങ്ങരുത്. കാരണം ഒരാൾ ഉപദ്രവിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്താണ് ഇത് ഉപദ്രവം? ഉപദ്രവമായിട്ട് തോന്നില്ല സാറേ. ഏതാ? അവരെ ജീവൻ രക്ഷിക്കണം. ഞാൻ ഉപദ്രവമായിട്ട് പറഞ്ഞുതരാം. താങ്കളുടെ സിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കും, എന്റെ സിസ്റ്റർ വേണ്ട, താങ്കളുടെ സിസ്റ്റർ വിട്ടേക്ക്, എന്റെ സിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കും. എന്റെ സിസ്റ്ററിനെ കുറിച്ച് ഒരുത്തൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അവര് വേറെ ആളുകളുടെ തടവറയിലാണ്, അവര് മറ്റേ ഇതാണ്, അവരെന്നോട് യഥാർത്ഥത്തിൽ പ്രണയമുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് ഒരു ജീവിതമില്ലേ, അവർക്കൊരു പബ്ലിക് സ്ഥലമില്ലേ? അവർ നാളെ 10 പേരുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അവരാ നോക്കി ആളുകൾ കളിയാക്കി ചിരിക്കില്ലേ? നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാകാത്തത്? നിങ്ങൾ എന്ത് തോന്നിയാസി പറയണ? താങ്കളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ചാണ് ഞാൻ ഇതുപോലെ ഒരു 25 പത്രസമ്മേളനം നടത്തി പറയുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലോ സുഹൃത്തുക്കളുടെ വീട്ടിലോ ബാക്കിയുള്ളവരുടെ വീട്ടിലോ ചെല്ലാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ സുഹൃത്തെ? നിങ്ങൾ വളരെ ഒരാളുടെ പ്രണയം പറയുന്നത് പോലും സ്വകാര്യമായിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ പ്രണയം പറയുന്നത് എന്താണ്, മറ്റേ 10,000 വാട്സിന്റെ മൈക്ക് എടുത്ത് വെച്ച് മറ്റേ മൈതാനത്ത് വന്ന് തേക്കിൻകാട് മൈതാനത്ത് വന്ന് പ്രണയം പറയും. എന്താ താങ്കൾ ഈ പറയണത്? എന്തൊരു അസംബന്ധമാണിത്. പിന്നെ അവരൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടും ഒരു വലിയ നടി ആയതുകൊണ്ടും ഇതുപോലെ എന്ത് തോന്നിയാസം പറയാന്ന് വിചാരിച്ച് ഇതിന്റെ പുറകെ ഇനി 150 യൂട്യൂബ് ചാനലും കൂടി ഇരുന്ന് വായി തോന്നിയതൊക്കെ എഴുതി വിടും. അവര് മറ്റേ ഒളിച്ചോടിയതാണ്, മറ്റേ ഇത് പ്രണയിച്ചതാണ്. അവര് പ്രണയിച്ച് അവരും മനുഷ്യരാണ്, ചിലപ്പോൾ പ്രണയിക്കാം, ചിലപ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് കുഴപ്പമുള്ളത്? അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെന്താ? പിന്നെ നിങ്ങൾക്ക് ഇത് അല്ല, നിങ്ങളുടെ കുടുംബത്തിലെയോ നിങ്ങളുടെ വീട്ടിലെയോ ആളുകളെ കുറിച്ച് ഇത് പറഞ്ഞാൽ ഇതിന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, ഒന്നാമത്തെ കാര്യം, മഞ്ജു വാര്യരുടെ സിനിമ ഫ്രീ ആയിട്ട് പോയെന്ന് കാണുന്ന ആളുകൾ അവരെന്തോ വലിയ ദൈവതുല്യം. ഞാൻ മഞ്ജു വാര്യരെ കാണുന്നത് ഞാൻ പറയട്ടെ, അവർക്ക് കഴിവുണ്ട്, അവര് സിനിമാ ഒക്കെയാണ് സമ്മതിക്കുന്നു. സാധാരണ മനുഷ്യ സ്ത്രീ ആയിട്ടാണ് കാണുന്നത്. അവരെ ദൈവതുല്യമായിട്ടുള്ള ഒരു ഫിഗർ ആയിട്ട് വെക്കുന്നില്ല. അപ്പോ അവരുടെ സിനിമ എന്ന് പറയുന്നത് പൈസ കൊടുത്തിട്ട് വെറുതെ അല്ല പോയി കാണുന്നത്, പൈസ കൊടുത്തിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് അവരുടെ വിഷയം സംസാരിക്കുന്നത്, അതുകൊണ്ട് അവരുടെ സിനിമയെ കുറിച്ച് തെറ്റാണ്. അവര് നാളെ ഒരു നാടക നടി ആയിക്കോട്ടെ, സിനിമാ നടി ആയിക്കോട്ടെ, നിങ്ങൾ നാടകം കാശ് കൊടുത്താണ് കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ, അതുകൊണ്ട് നാടകത്തെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറഞ്ഞു. പക്ഷെ അവരെ പുറത്ത് വന്നിട്ട് അവര് മറ്റേ ഇങ്ങനെ ഒരു പ്രണയമുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, എന്നെ പ്രണയിക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം വിളിക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അടികിട്ടേണ്ട സുഖേടാണ്. പണ്ട് ഈ വയറ്റിലെ ജനതയുടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരുത്തരുണ്ട്, അവൻ പ്രണയം പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി മറ്റേ പൂവ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം 2 ചെടിച്ചട്ടിയായിട്ടാണ് വന്നു നിന്ന വീടിന്റെ ഫ്രണ്ടിൽ. 2 ചെടിച്ചട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കണേ, 2 ചെടിച്ചട്ടി. അപ്പൊ നാട്ടുകാരൊക്കെ കൂടിയോടാ. കാരണം വെച്ചാൽ 2 കാരണം ആ നാട്ടിൽ മുഴുവൻ ആ പെങ്കൊച്ചിന് ചീത്തപ്പരായി. കാരണം നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ എന്താ, ഒരാൾ പ്രണയമുണ്ടെന്ന് പറഞ്ഞാൽ പോലും പെങ്കൊച്ചിന് കുഴപ്പമാണെന്ന് കരുതുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് ഒരുത്തൻ രാവിലെ വെളുപ്പിന് 5 മണി മുതൽ 7 മണി വരെ ചെടിച്ചിട്ടിയായിട്ട് വന്ന് നിൽക്കാൻ. പിടിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല, നല്ല സ്റ്റൗട്ടായിട്ടുള്ള ഒരുത്തരാണ്. എനിക്ക് പേരറിയാം, പറയാച്ചിട്ടാണ്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും ഇതുപോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒരു 10-50 ആളുകളും കൂടി ലാസ്റ്റ് ഇവന്റെ നിന്ന് ചെടിച്ചട്ടിയൊക്കെ പിടിച്ചു വെച്ച്. അപ്പോഴാണ് അടുത്ത തമാശ അറിയണം, ആ ചെടിച്ചട്ടി അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇവരും എടുത്തിട്ട് വന്നതാണ്. ചെടിച്ചട്ടി അവർ കാണിച്ചു. ഇവൻ വീട് തമ്മനത്തായതുകൊണ്ട് 3 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം 2 ചെടിച്ചട്ടി തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് എടുത്തിട്ടേക്കിടാം. അപ്പൊ ആ വീട്ടുകാർ വന്ന് ചെടിച്ചട്ടി വയ്ക്കണം. എന്തൊരു നാണം കെടുത്തലാണ് സുഹൃത്ത് ഇത്. എന്നിട്ട് പറയണേണ് അവര് എനിക്ക് പ്രണയമാണെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ട്? താങ്കൾക്ക് യഥാർത്ഥത്തിൽ പ്രണയമാണെങ്കിൽ താങ്കൾക്ക് ഒരാളോട്, ഞാൻ തുറന്നു പറയാം, താങ്കൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ പബ്ലിക്കലി ഒരാൾ പോലും അവരെ മോശമായിട്ട് നോക്കുന്ന രീതിയിൽ ഇടപെടരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന് വേണം ആലോചിക്കാൻ. ഇതില് സനൽകുമാർ ഈ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ അദ്ദേഹം നൽകിയ ഇന്റർവ്യൂവിൽ എക്സാക്ട് കോട്ടിങ്ങുകൾ ഇതാണ്.
അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അവരോട് പ്രണയം ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ഈ സാധാരണ ആളുകൾ ചർച്ച ചെയ്യുന്ന പോലത്തെ പ്രണയം ഉണ്ടെന്നും പറയാൻ പറ്റില്ല. എനിക്ക് അവരോട് ഒരു തരത്തിലുള്ള കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എക്സാക്ട് കോട്ടിങ് ഇതാണ്, സ്പിരിച്വൽ അട്രാക്ഷൻ അവരോട് തോന്നിയിട്ടുണ്ട് ഈ സിനിമയുടെ സമയത്ത്. കാരണം അവർ എൻ്റെ അടുത്ത് ഏതെങ്കിലും രീതിയിലുള്ള അടുപ്പൊക്കെ കാണിച്ചിട്ടുണ്ടെന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഒരാൾ എഴുതിയതാണ്, പ്രണയം മൂത്ത് ഭ്രാന്തായി എന്ന് കേട്ടിട്ടുണ്ട്, ആദ്യമായി അങ്ങനെ ഒരു ഭ്രാന്തനെ കണ്ടു, എങ്കിലും ഈ പ്രാന്തന്റെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഒരാൾക്കൊപ്പം എന്ന് പറയുന്ന അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച ഡയറക്ടറായിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല നല്ല സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ്. ആ സനൽകുമാർ ശശിധരൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. അല്ല, എത്തിപ്പെടുന്നതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും എത്തിപ്പെടാം. പക്ഷെ എത്തിപ്പെടുമ്പോൾ കറക്റ്റ് ടൈമിന് കാരണം കണ്ടെത്തി ചികിത്സിക്കണം. അല്ലാതെ അമേരിക്കയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തൊന്നും കാര്യമില്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുഴപ്പമില്ലാത്ത കാശൊക്കെ ഉണ്ട്, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. ആ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്യണം, ചികിത്സിക്കണം. ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇനി ജോർജിനോടോ ടൊവിനോടോ ചോദിച്ചിട്ടാണെങ്കിൽ പോലും ഒരു 10-25,000 രൂപയൊക്കെ ചോദിച്ചാൽ അവർ സിമ്പിളായിട്ട് തരും. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ച് എന്ത് ചെയ്യുക, ചികിത്സിക്കുക. കാരണം പുള്ളിയുടെ ഏറ്റവും ആദ്യം പറയാനുള്ളത്, എന്നിട്ട് പുള്ളി ആദ്യം നിർത്തേണ്ട പണി എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരെ രക്ഷിക്കാൻ നടക്കുന്ന പരിപാടി എടുത്തുക. താങ്കൾ പറഞ്ഞ പോലെ സ്പിരിച്വൽ കമ്പാനിയൻഷിപ്പ് ആണെന്നോ ഇനി സ്പിരിച്വൽ റിലേഷൻ ആണെന്നോ എന്ത് തേങ്ങയാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് വേണ്ട എന്നാണെങ്കിൽ ഞാൻ ഗൗതത്തെ രക്ഷിച്ചടങ്ങൂ, ഗൗതത്തിൻ്റെ പുറകെ നടന്നോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ പുറകെ നടന്നോ അങ്ങനെ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് നിയമപരമായും തെറ്റാണ്. പക്ഷെ പുള്ളിക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസ് വേറെ നടപടി എടുക്കാത്തത്. അത് പക്ഷേ കൂടുതൽ കാലത്തേക്ക് പുള്ളി തുടരും. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇപ്പം ഇറക്കിയ ഈ പത്രക്കുറിപ്പിൽ സാംസ്കാരിക പ്രവർത്തകർ ഒപ്പുവെച്ചിട്ടുള്ള പത്രക്കുറിപ്പാണ്. അതിൽ പറയുന്നത് എന്താണ്, ഈ അല്ല ഈ വിഷയം പുള്ളി എന്തൊക്കെയോ തലക്ക് വെളിവില്ലാത്തവർക്കാണ് അന്വേഷണം പറയുന്നത്. അന്വേഷണം എന്തിനാണ്, പിന്നെന്താ അന്വേഷണം കേസെടുത്തത്? ഗൗതം അപകടത്തിലെടുത്തില്ലേ? ഗൗതം അപകടത്തിലാണെന്ന് ഞാൻ പറയുന്നത്. അല്ല, 2020 കേസെടുത്ത് 2020 കേസ് എന്താണെന്നേ, കേസ് പുള്ളി പുറകെ നടന്ന് മറ്റേ ആളുകളെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നു, സ്റ്റോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തപ്പോൾ പുള്ളി നേരെ ഇവിടെ നിന്ന് എന്ത് ചെയ്ത് അമേരിക്കക്ക് വിട്ട് അമേരിക്കയിൽ ഇരുന്ന ഉപദ്രവം. അങ്ങനെയല്ല. ഇത് ചുമ്മാ നമ്മൾ ട്രോൾ ചെയ്യലും തമാശയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില് വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അഗെയിൻസ്റ്റ് ഒരു കേസ് കൊടുത്തു, എനിക്കും പരാതി ഉണ്ട് എന്ന് പറഞ്ഞു. ആ പരാതിയിലാണ് പുള്ളി പറയുന്നത് ഈ ഓഡിയോ. ഒരു മിനിറ്റ്, താങ്കൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. താങ്കൾ വെറുതെ വർത്താൻ പറയുന്നത് തമാശയൊക്കെ പറയുമെങ്കിൽ വെറുതെ. ആ പരാതി എന്താ പറഞ്ഞുതരാം. ആ പരാതി എന്താ പറയട്ടെ. ശാന്തയാകാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുംബൈയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് മജിസ്ട്രേറ്റിന് മുമ്പ് കൊണ്ടുപോയപ്പോ ഒന്നുമില്ല, ഒരു കാരണവുമില്ല. അപ്പൊ അതിന് തുടർ അന്വേഷണം വേണം. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, എന്താണ് വിഷയം, അതാണ് ഇയാളുടെ പരാതി. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു മിനിറ്റ്, പുള്ളിക്കെതിരെ ഒരു പരാതി ഉണ്ടാവുന്നു, ആ പരാതിയിൽ ഒരു ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടാവുന്നു. ആ ലുക്കൗട്ട് നോട്ടീസിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പോലീസ് കേസെടുക്കുന്നു. പോലീസ് വളരെ ട്രിവിയലായ നിസാരമായിട്ടുള്ള വകുപ്പുകളിട്ട് കേസെടുക്കുന്നു. ആ കേസെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പുള്ളിയുടെ ജാമ്യത്തെ പോലും എതിർക്കുന്നില്ല. അങ്ങനെ ജാമ്യത്തെ എതിർക്കാത്തതുകൊണ്ട് പുള്ളീനെ അവിടെ നിന്ന് സ്വന്തം ജാമ്യത്തിൽ വിടുന്നു. അതായത് 2 പേരുടെ ജാമ്യം പോലും പുള്ളിക്ക് അവിടെ ഹാജരാക്കേണ്ടി വന്നില്ല. ആ കേസിൽ പോലീസ് ഓൾറെഡി അന്വേഷണം നടത്തി അത് റെഫർ ചെയ്തിട്ടുള്ള കേസാണെങ്കിൽ പിന്നെ ഈ പുള്ളിക്ക് എങ്ങനെ അന്വേഷണം നടത്താൻ പറയാ? എനിക്കെതിരെയുള്ള കേസ് അന്വേഷണം നടത്തണോ വേണ്ടെന്നും അതിൽ എത്രത്തോളം ഗ്രാവിറ്റി ഉണ്ടെന്ന് തീരുമാനിക്കേണ്ടത് കേരള പോലീസാണ്. ഇനി നിങ്ങൾക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കൊടുക്കാം. ഈ പുള്ളി കൊടുത്തേക്കണ പരാതികളിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ആ പുള്ളിയുടെ എക്കാലത്തെയും പരാതി എന്ന് പറയുന്നത് മഞ്ജു വാര്യർ വലിയ കെണിയിലാണ്, അവരെ പുറകിൽ നിന്ന് ആരൊക്കെയോ ഭീഷണിപ്പെടുത്തി നിയന്ത്രിക്കുന്നു എന്നാണ്, അവരെ രക്ഷിക്കണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് കേരള സമൂഹമേ ഇടപെടൂ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു കേസിൽ ഒരു അന്വേഷണ ഏജൻസിക്കും അന്വേഷിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് ആ കൺസേൺഡ് പേഴ്സണെ വിളിച്ചു ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞാൽ ആ അന്വേഷണം അവിടെ നിൽക്കും. ഇനി എന്തിനാണ് സനൽകുമാർ ശശിധര അന്വേഷണം വേണ്ടതെന്ന് പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല, എന്തിനാണ് അന്വേഷണം വേണ്ടത്? എനിക്കെതിരെ എടുത്തിട്ടുള്ള കേസിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയെ കുറിച്ച് ഇതിലൊരു പ്രശ്നമില്ല ഇല്ല, ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കില്ലേ? പിന്നെ നമ്മൾ ആരാണെന്നേ, എനിക്ക് ഗൗതത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പെടാപ്പാട് ഓടുന്നു. അപ്പൊ ഗൗതം പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ ആർക്കാണിത് എന്തുള്ളത്? ചില സിനിമ കാണിക്കണല്ലോ, നിനക്ക് പ്രശ്നമില്ല അവനും പ്രശ്നമില്ല, പിന്നെ എനിക്കാണ് പ്രശ്നം എന്ന് ചോദിച്ച പോലെ എന്താണ് ഈ പറഞ്ഞത്? ഇതിൽ സനൽകുമാർ ശശിധരൻ പറയുന്ന ഒരു കാര്യം, കയറ്റം സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രൊമോഷണൽ നൽകിയിട്ടുണ്ട് പല ചാനൽസിനും. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയോ പെട്ടെന്ന് ഈ സിനിമയെ തഴയാനായിട്ട് അല്ലെങ്കിൽ ഇത് തിയേറ്ററിക്കൽ റിലീസിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ടുള്ള കളികൾ നടന്നു. അതിൻ്റെ ഒരു വൈരാഗ്യം
തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് ആ വൈരാഗ്യമാണ്, യഥാർത്ഥത്തിൽ ആ വെറുപ്പും വൈരാഗ്യമാണ് തന്റെ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയില്ല, അതിന് ആരൊക്കെയോ കളിച്ചു എന്നുള്ള തോന്നലോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമോ, അതാണ് ഇയാളെ കൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ പറയിപ്പിക്കുന്നത്. അല്ലല്ല, അങ്ങനെ തെറ്റാണ് ആ റീഡിങ് എന്ന് പറയുന്നത്. അത് വെറും ആളെ മറ്റേ ആടിനെ പട്ടിയാക്കുന്ന റീഡിംഗ് ആണ്. കാരണം അങ്ങനെ ഒരു വൈരാഗ്യം പുള്ളിക്കില്ല. പകരം പുള്ളിക്ക് സ്നേഹമാണ്, ഭ്രാന്തമായ സ്നേഹമാണ്. ആ ഭ്രാന്തമായ സ്നേഹം കൊണ്ട് പുള്ളി വിചാരിക്കുന്നത് എല്ലാവരുടെയും ശരിക്കും മഞ്ജു വാര്യർക്ക് സനൽകുമാർ ശശിധരനോട് അടങ്ങാത്ത പ്രണയമുണ്ടെന്നും പക്ഷെ അത് മറച്ചു വെക്കാൻ വിധിക്കപ്പെട്ടത് മറ്റാളുകളുടെ ഭീഷണിയിലുമാണെന്ന പുള്ളി വിചാരിക്കണം. അല്ല, താങ്കൾ പറഞ്ഞ പോലെ പുള്ളിക്ക് എന്തില്ല, യാതൊരു വിധത്തിലുള്ള വൈരാഗ്യമില്ല. ഒടുവിലത്തെ കാര്യമല്ല ഇത്. പുള്ളി നിരന്തരമായി കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി പുള്ളി വേറെ ആളുകളോട് പറഞ്ഞ വോയിസ് ക്ലിപ്പുകളും ഉണ്ട്. അവരെ വിളിച്ച് പുള്ളി കേരളത്തിലെ ചില പ്രമുഖരായിട്ടുള്ള പൗരാവകാശ പ്രവർത്തകരോടൊക്കെ വിളിച്ച് പുള്ളി പറഞ്ഞതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ പുള്ളി ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. പുള്ളി ജോജു ജോർജിന്റെ സിനിമയായിട്ടുള്ള ചോലയിലും മറ്റേ ഇതിന്റെ വഴക്കിന്റെ കാര്യത്തിലും ഒക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ ഈ വഴക്കിന്റെ കാര്യത്തിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ടൊവിനോ തോമസിന്റെ വഴക്കെന്ന് പറഞ്ഞ സിനിമയിൽ ഈ വഴക്കെന്ന് പറഞ്ഞ സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് പാരാമൗണ്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഗിരീഷ് ചന്ദ്രനാണ്. ഈ ഗിരീഷ് ചന്ദ്രൻ ഇയാളുടെ കൂടി ബന്ധുവാണ്. ആരുടെ? ഇവരുടെ ബന്ധുവാണ്. ഇയാൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇയാൾക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി നിർമ്മാതാവായി ജോജുവും അതുപോലെ ഈ ടൊവിനോയും ഒക്കെ പണം മുടക്കി പടമെടുക്കുന്നു. എടുത്തതിന് ശേഷം ഇവരെല്ലാവരെയും വന്ന് മറ്റു ഇൻ്റർനാഷണൽ, അതായത് ഇയാൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ലോബി, അതിൽ ട്രംപും മറ്റേ കാനഡയിലെ പ്രൈം മിനിസ്റ്റർ, UK പ്രൈം മിനിസ്റ്ററും ഒക്കെ ഉണ്ട്, അവരൊക്കെ കൂടി വന്നിട്ട് ഇവരെ സ്വാധീനിക്കുന്നു. അങ്ങനെ ഇവർ സ്വന്തം കയ്യിലെ കാശ് പോട്ടെ എന്ന് വെച്ചുകൊണ്ട് സ്വന്തം സിനിമ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോർജ് ജോർജിനെതിരെ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ തിയേറ്ററിൽ നിന്ന് പടം പിൻവലിച്ചു എന്നാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, പടം പിൻവലിച്ചിട്ടില്ല. ഇതുപോലെയുള്ള പടങ്ങൾ തിയേറ്ററിൽ വിജയിക്കണം എന്നില്ല. OTT-യിലൊക്കെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? വിജയിക്കും. OTT-യിലും ഇത് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ചില സിനിമകൾ റിലീസ് ചെയ്തിട്ടില്ല. ആ റിലീസ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടെങ്കിൽ പോലും ഇൻ്റർനാഷണൽ കോർപ്പറേറ്റുകൾ പെട്ടെന്ന് അവരുടെ സിനിമ എടുക്കില്ല. അത് എടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ പുള്ളി പറയുന്നത് നേരെ ടൊവിനോടെ മാനേജർ ഗോകുലിൻ്റെ അടുത്ത് പറയരുത്, കാരണം ഗോകുൽ പുള്ളിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. ഇനി നാളെ രാവിലെ പുള്ളി അടുത്ത പത്രസമ്മേളനത്തിൽ മിക്കവാറും പുള്ളി പറഞ്ഞേക്കും രതീഷ് ചക്രവാണി എന്ന് പറയുന്ന ക്രൈമിലിരിക്കുന്ന ഒരുത്തരും പുള്ളിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്, അവനെയും ഇൻ്റർനാഷണൽ ലോബി പുള്ളിക്കെതിരെ വിലക്കെടുത്തു എന്നൊക്കെ പറയും. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, താങ്കൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, താങ്കൾ നല്ല ഡയറക്ടോറിയൽ ടാലൻ്റ് ഉള്ള ഒരാളാണെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. പക്ഷേ താങ്കൾ ഈ ലോകം മുഴുവൻ താങ്കൾക്കെതിരെ കോൺസ്പിറസി നടത്തുന്നു എന്ന് പറയുന്ന മണ്ടൻ ഫിലോസഫിയുമായി ജീവിക്കാറുണ്ട്. കാണുന്നത് നല്ലതാണ്, ഇത് തെറ്റൊന്നുമില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരെ വിടൂ. അവരെ രക്ഷിക്കാൻ അവർ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. താങ്കൾ ഇനിയിപ്പോൾ അവർ അപകടത്തിലാണെങ്കിൽ പോലും താങ്കൾ വിചാരിച്ച് അവരെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് വിടൂ. എന്നിട്ട് താങ്കൾ സിനിമകളിലേക്ക് പതുക്കെ തിരക്കില്ല, പതുക്കെ മടങ്ങി ഒരു 10-25 കൊല്ലവും കൂടി സിനിമയിൽ നിന്ന് എന്ത് ചെയ്യാം, മിടുക്കനായി പേരെടുക്കാം. തീർച്ചയായിട്ടും സനൽകുമാർ ശശിധരൻ സിനിമകളിലേക്ക് തിരിച്ചു വരണം. ഇത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ, അതായത് പൊതുസമൂഹത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത വിഷയത്തെ ടേക്കപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭ്രാന്തനാണെന്ന് നാട്ടുകാർ പറയും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മികച്ച സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരാൾക്കൊപ്പം നല്ല സിനിമയാണ്, മികച്ച ഡയറക്ടർ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ചോലയില് ഉന്മാദിയുടെ മരണം ആ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഴിവ് ദിവസത്തെ കളി, ജാതിപരമായിട്ടുള്ള വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സിനിമയാണ്. അങ്ങനെയുള്ള കുറേ, ഈവൻ നമ്മൾ ഈ ടൊവിനോ വെച്ച് ചെയ്ത വഴക്ക്, ആ സിനിമ പോലും നല്ല സിനിമയാണ്. അപ്പോൾ സിനിമകളിലേക്ക് സനൽകുമാർ ശശിധരൻ തിരിച്ചു വരിക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, മഞ്ജു വാര്യർ തടവറയിലാണ്, ആരുടെയൊക്കെയോ തടവറയിലാണ്, മകളുടെ ജീവൻ വെച്ചിട്ട് വിലപേശാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് മഞ്ജു വാര്യർ തന്നോട് 2023 അമേരിക്കയിലുള്ളപ്പം പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും പറയുന്നത്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റ്. കേരള സംസ്ഥാനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത് ശ്രദ്ധിച്ചിട്ട് ഒരു അന്വേഷണം നടത്തണം, ആരാണ് മഞ്ജു വാര്യറിന്റെ പുറകിലുള്ളതെന്നുള്ളത്. ഈ പുറകിലുള്ള കാര്യത്തിൽ ഒരുപാട് തിയറികൾ നേരത്തെയും വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം, ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാവരും അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും അത് കേട്ടതാണ്. മഞ്ജു വാര്യർ ദിലീപിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏതോ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ എന്നുള്ളൊരു കാര്യം. അപ്പോ അതൊരു ആരോപണം. അവർക്ക് ആരെ വേണമെങ്കിലും ആ മഞ്ജു വാര്യറിന് പ്രണയിക്കാം, അതിലൊരു തെറ്റുമില്ല. പിന്നെ അതോടൊപ്പം തന്നെ ദിലീപ് കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അറിയാതെ മഞ്ജു വാര്യർ ഗർഭചിത്രം നടത്തി
എന്നുള്ളത് അദ്ദേഹം അഫിഡവിറ്റിൽ, കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ പറയുന്നതാണ്. അപ്പം ഇതാണ് ഇവരുടെ ബന്ധം പിരിയാനുള്ള കാരണം. അപ്പൊ ആരൊക്കെയോ പുറകിലുണ്ട്. അപ്പം ആരൊക്കെയോ മഞ്ജു വാര്യരെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പല കഥകളിലൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ സനൽകുമാർ ശശിധരനും പിടിച്ചു തൂങ്ങുന്നത്. അല്ല, എനിക്കറിയില്ല. ഒന്ന്, താങ്കളിപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ അഫിഡവിറ്റിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, എനിക്കറിയില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിവാഹമോചന ഹർജികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. കാരണം വിവാഹമോചനം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ പല കാര്യങ്ങളും പറയും. ആ പറയുന്നതിൽ പ്രത്യേകിച്ചും ഇരകളാകുന്നത് പുരുഷന്മാരായിട്ടുള്ള ആളുകളാണ്. കാരണം ഗാർഹിക പീഡനം ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ എന്നെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീ ബന്ധമുണ്ട് എന്നൊക്കെയുള്ള പല കാരണങ്ങളും പറയും. അല്ലാതെ എനിക്കും അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, ഞങ്ങൾ ക്യാരക്ടർ വൈസ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വിവാഹമോചനം പെട്ടെന്ന് കിട്ടില്ല. അതുകൊണ്ട് വിവാഹമോചന ഹർജികളിൽ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും ഞാൻ തയ്യാറല്ല. കാരണം നിങ്ങൾക്ക് പരിചയമുള്ള ഏത് വക്കീലിനെ കണ്ട് ചോദിച്ചാലും വിവാഹമോചനമാണെങ്കിൽ അതിന് വാലിഡ് ആയിട്ടുള്ള കുറേ റീസൺസ് കൊടുക്കണമെന്ന് പറയും. അത് തന്നെ ഇന്ത്യൻ നിയമത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള പ്രശ്നമില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെന്ത് സംഭവിച്ചാലും അവരെ സംബന്ധിച്ച് അവർക്ക് എന്ത് തന്നെ കുഴപ്പമുണ്ടെങ്കിലും അത് തുറന്നു പറയാനുള്ള ആർജവവും കരുത്തും അവർക്ക് അതിനുള്ള പിൻബലവും ഒക്കെ ഉണ്ടെന്ന് കേരളീയ സമൂഹത്തിനറിയാം, മഞ്ജു വാര്യരെ സംബന്ധിച്ചോളം. അതുകൊണ്ട് അവർ വളരെ ഗംഭീരമായിട്ടുള്ള നടിയാണ്, വളരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് പരിചയമില്ല, ഞാൻ പരിചയപ്പെടാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. എൻ്റെ പല സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം അവർ വളരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അവരൊരിക്കലും ഒരു പോഷായിട്ട് വസ്ത്രം ധരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളുകൾ പോലുമില്ല. അവരൊരു 500 രൂപയുടെ ചുരിദാർ ഉണ്ടെങ്കിൽ പോലും വളരെ ഹാപ്പിയായി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. ആ ആളെക്കുറിച്ച് നിങ്ങൾ ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞ പക്ഷം സനൽകുമാർ ശശിധരൻ്റെ ഒരു വിലാപത്തിനൊന്നും കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരത് കേരളീയ സമൂഹത്തോട് തുറന്നു പറഞ്ഞാൽ ഈ കേരളത്തിലെ 3.25 കോടി ജനങ്ങളും, അതായത് കൊച്ചുങ്ങളടക്കം അവരോടൊപ്പം നിൽക്കും. അതുകൊണ്ട് ഈ സനൽകുമാർ ശശിധരന്റെ കരച്ചിൽ നിർത്തു, അവർ ജീവിച്ചു. എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായി, എനിക്കും താങ്കൾക്കും മഞ്ജു വാര്യരെ അറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ സനൽകുമാർ ശശിധരന് മഞ്ജു വാര്യരെ അറിയാം എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഈ കയറ്റം എന്ന് പറയുന്ന സിനിമ ഹിമാലയത്തിൽ വെച്ചിട്ട് ഇവരൊപ്പം കുറേ നേരം 20 ദിവസത്തെ ഷൂട്ട് അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, അവർക്ക് സനൽകുമാർ ശശിധരൻ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് സനൽകുമാർ ശശിധരൻ പറയുന്നത് മുഴുവൻ ശരിയാവും. സനൽകുമാർ ശശിധരൻ ശരിയാണ്, ഒരു 40 ദിവസത്തെ 50 ദിവസത്തെ ഷൂട്ടിനിടക്ക് കുറേ കൂടി ഒരു സംവിധായകനുള്ളവർക്ക് നമ്മളെക്കാൾ വ്യക്തിപരമായി കുറേ കൂടി വലിയ പരിചയം ഉണ്ടാവുമായിരിക്കും. ആ പരിചയം ഉള്ളത് കൊണ്ടിട്ട് അതൊന്നും ഒരാളെ അപഹസിക്കാനോ അപമാനിക്കാനോ ഉള്ള ലൈസൻസ് അല്ല. താങ്കൾ ആദ്യമേ തന്നെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. എന്നിട്ട് ഇതൊക്കെ വിട്ടിട്ട് അവരെ രക്ഷിക്കാൻ അവർക്ക് പറ്റും, അതല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കരുത്തുണ്ട്, ഈ കേരളീയ സമൂഹം അവരോടൊപ്പം ഉണ്ട്. അതിന് സനൽകുമാർ ശശിധരൻ ഇനി വെള്ളം കോരണ്ട. ഉയരുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ കളിക്കുന്ന ഗ്രൂപ്പുകളെ വലിയൊരു മാഫിയ ഉണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ ബിഹൈൻഡ് പ്രവർത്തിക്കുന്ന ഒരു മാഫിയ, അതിനെ നിയന്ത്രിക്കുന്നത് ഒരു സംവിധായകനാണ്, ഒരു പരസ്യ സംവിധായകനാണെന്നുള്ളൊരു ആരോപണം പോലും ഉയരുന്നുണ്ട്. ഈ പരസ്യ സംവിധായകൻ കാരണമാണ് ദിലീപിന്റെ ജീവിതം മഞ്ജു ആയിട്ടുള്ള ജീവിതം അയാൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് തുടങ്ങിയ ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയകളിലുള്ള ഒരു സംസാര വിഷയമാണ്. അല്ല, ഇത് സനൽകുമാർ ശശിധരൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വൃത്തികേട് അതാണ്. കാരണം അവർ നന്നായി അഭിനയിക്കുന്നുവെങ്കിൽ, മലയാളികൾക്കുള്ള ഒരു ചെറിയൊരു രോഗമുണ്ട്, ഒരാൾ നന്നായി അഭിനയിക്കുന്നുവെങ്കിൽ അവർ അഭിനയിക്കുന്നുണ്ടോ, അവരുടെ പ്രൊഫഷൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഇത്തരം ഗോസിപ്പ് കഥകളിലേക്ക് ഒരു താല്പര്യം എന്ത് ചെയ്യും, ജനത്തിനുണ്ടാവുകയും യൂട്യൂബ് ചാനലുകളൊക്കെ അതിൻ്റെ പുറകെ പോവുകയും ജനത്തിനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും. അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഒരു കാര്യം, മഞ്ജു വാര്യർ ഈ പുള്ളിക്കെതിരെ കേസ് കൊടുത്തു, നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുക്കുമ്പോൾ തന്നെ ഈ സനൽകുമാർ ശശിധരൻ മര്യാദക്കാരനാണെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ഇദ്ദേഹം പിന്മാറേണ്ടതാണ്. കാരണം അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല, നിങ്ങൾ എന്റെ പുറകെ അടക്കവും വേണ്ട. ഞാനൊരു ഹൈപ്പോത്തിസിസ് ചോദ്യം ചോദിക്കുക സാറേ. ഹൈപ്പോത്തിസിസ് ആണ്. അതായത് ഈവൻ ഇഫ് സപ്പോസ് സനൽകുമാർ ശശിധരൻ പറയുന്നതൊക്കെ ശരിയാണ്, മഞ്ജു വാര്യരെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അവർ ഒരു സ്വതന്ത്രയായിട്ടുള്ള സ്ത്രീയല്ല, ആരുടെയൊക്കെയോ വാക്കുകൾ, ചിന്തകൾ, അവർ പറയുന്നത് അനുസരിച്ചിട്ടേ അവർക്ക് നീങ്ങാൻ പറ്റുള്ളൂ, നടക്കാൻ പറ്റുള്ളൂ, ഏത് സിനിമ അസൈൻ ചെയ്യണം, ഏത് സംവിധായകൻ്റെ കൂടെ ഇതാക്കണം, ഇതൊന്നും ഇവർക്ക് സ്വതന്ത്രമായിട്ട് ഇവരെടുക്കുന്ന ഡിസിഷൻസ് അല്ല, ആരൊക്കെയോ ഇവരെ കൊണ്ട് എടുപ്പിക്കുകയാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് മഞ്ജു വാര്യർ പോകുന്നുണ്ടെങ്കിൽ അതൊരു സ്ത്രീയെ സംബന്ധിച്ച് നല്ലൊരവസ്ഥയാണോ? ഒരു സ്ത്രീയെ സംബന്ധിച്ചല്ലല്ലോ, അതൊരു പുരുഷനെ സംബന്ധിച്ച് പോലും നല്ല അവസ്ഥയല്ല. ഇപ്പം ഇത്ര ആരോപണങ്ങൾ മോഹൻലാലിനെ കുറിച്ചില്ലേ, മോഹൻലാലിനെ കാണാൻ പറ്റില്ല എന്ന് സിബി മലയിൽ പറഞ്ഞിട്ടില്ലേ, മറ്റേ
നമ്മുടെ ആന്റണി പെരുമ്പാവൂരാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് ആളുകൾ പറയാറില്ലേ? അങ്ങനെയൊക്കെ ആളുകൾക്ക് പറയാം. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗൗതം, ഈ പറയണ പറച്ചിലും ബാക്കിയുള്ള ഇതിൻ്റെ പുറകെ നടക്കലും ഒക്കെ ശശിധരനും താങ്കളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വൃത്തികേട് അവിടെ കിടക്കണമെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു പരാതി അവരവർക്കില്ലാത്തടത്തോളം കാലം നമ്മൾ ഇതുമായി പറഞ്ഞ് എന്ത് ചെയ്യരുത്, പോകരുത്. പരാതി ഉണ്ടെങ്കിൽ മോഹൻലാൽ പറയണത് ആന്റണി പെരുമ്പാവൂർ എന്നെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ മഞ്ജു വാര്യർ പറഞ്ഞാൽ മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്കുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സമൂഹ മധ്യത്തിൽ അവരെ താറടിച്ച് കാണിക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഇങ്ങനെ കാണിക്കുന്നത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ആണെങ്കിൽ അടികൊള്ളേണ്ട കാര്യമാണ്, പക്ഷെ അത് വൃത്തികേടാണ്. അല്ല അതിലിപ്പോ സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളെയൊക്കെ താറടിച്ച് കാണിക്കുന്നുണ്ട് സാർ. ഇപ്പൊ മാലാ പാർവതീനെ താറടിച്ച് കാണിക്കുന്നുണ്ട്, ശ്വേതാ മേനോനെ താറടിച്ച് കാണിക്കുന്നുണ്ട്, പേളി മാണിയെ താറടിച്ച് കാണിക്കുന്നുണ്ട്, ജാൻമണിയെ താറടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു സ്വഭാവമായിട്ട് ഇത്തരത്തില് സ്ത്രീകളെ കളിയാക്കുക, താറടിച്ച് കാണിക്കുക, അതിലൂടെ എന്തോ ലഹരി കിട്ടുക, ഇതൊരു സ്വഭാവമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് സാർ പറഞ്ഞൊരു യാഥാർത്ഥ്യം. അതിൽ പേളി മാണിക്കെതിരെ ഞാനൊക്കെ ചെയ്ത വീഡിയോ ആണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തെളിച്ചു പറഞ്ഞു. എനിക്ക് മറുപടി ഉണ്ട്, എനിക്ക് ഭയമില്ല. സ്ത്രീ ആയതുകൊണ്ടല്ല താറടിച്ച് കാണിച്ചത്. അല്ലല്ല, തെറ്റാണ്. പേളി മാണിക്കെതിരെ അവരുടെ വ്യക്തിപരമായിട്ട് അവരെ ഏതെങ്കിലും ആളെ പ്രണയിച്ചിരുന്നുവെന്നോ, അവർ ഈ പറയുന്ന പോലെ ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരുന്നുവെന്നോ, അവരേതെങ്കിലും കാർ ഡ്രൈവറായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ പൊതുസമൂഹത്തിൽ സെലിബ്രിറ്റികളായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർ ഈ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു സമരത്തിനെ അധിക്ഷേപിക്കാൻ തയ്യാറാണെങ്കിൽ ആ അധിക്ഷേപിക്കുന്ന വാക്കുകളെ എതിർക്കുന്നത് പോലെയല്ല ഒരാളെ രക്ഷിക്കാൻ പറഞ്ഞ് 3-4 കൊല്ലമായി പുറകെ നടക്കുന്നത്. നീ എന്നെ രക്ഷിക്കാൻ വരണ്ട എന്ന് കൃത്യമായി മഞ്ജു വാര്യർ പറഞ്ഞിട്ടും രക്ഷിക്കാൻ വേണ്ടി പിന്നെ അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പൊതുമധ്യത്തിൽ എന്തിനു പറയണം? പൊതുമധ്യത്തിലല്ല, അവര് സ്റ്റേറ്റിനോട്, കേരളത്തിന്റെ സ്റ്റേറ്റിനോട് അവർ പറഞ്ഞു. താങ്കളുടെ ഈ വൃത്തികെട്ട കമന്റ് ഉണ്ടല്ലോ, അതൊന്നും എന്റെ അടുത്ത് നടക്കൂല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് ഈ രതീഷ് ചക്രപാണി എന്ന് ഗൗതം കൃഷ്ണ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരാതി കൊടുത്താൽ അത് ഏറ്റവും വലിയ പരാതിയാണ്. അത് ഞാൻ പബ്ലിക്കിന് പത്രസമ്മേളനം വിളിച്ച് പറയണമെന്നില്ല. പത്രസമ്മേളനം വിളിച്ചാൽ കേൾക്കാൻ തയ്യാറാകാത്ത, പറയാൻ തയ്യാറാകാത്ത ഈ നാട്ടിലെ അബലകളായിട്ടുള്ള ഏതൊരു സ്ത്രീക്കും പുരുഷനും ഏതൊരു കുട്ടിക്കും അഭയസ്ഥാനമായി സ്റ്റേറ്റിനോട് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പത്രസമ്മേളനം വിളിക്കണ്ട. കാരണം പത്രസമ്മേളനം വിളിച്ചാൽ അതിന് തിരിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടി വരും. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ഉണ്ടാവും. എന്തിനാണ് അവർ എന്തായാലും നമ്മുടെ സ്ത്രീകള് വലിയ ബുദ്ധിമുട്ടും അവര് പൊതുമധ്യത്തിൽ വേട്ടയാടപ്പെടുന്നുണ്ട്. അല്ല, താങ്കൾ മാലാ പാർവതിയുടെ കേസും ശ്വേതാ മേനോന്റെ കേസും ഈ പേളി മാണിയുടെ കേസും ഇതും കൂടി താങ്കൾ കമ്പയർ ചെയ്ത് അവരുടെ ഒന്നും വ്യക്തിപരമായ കാര്യങ്ങളുമായിട്ട് ആരും വന്നില്ല. അവർ AMMയുടെ പ്രസിഡന്റ് ആവുമ്പോൾ, AMMയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, പേളി മാണി ഒരു സമരത്തെ അപഹസിച്ചുകൊണ്ട് പരിപാടി നടത്തുമ്പോൾ നിങ്ങളെല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. പക്ഷെ മഞ്ജു വാര്യരുടെ കേസിൽ അങ്ങനെ ഒന്നുമല്ല. പകരം അവർ ഒരാൾ വ്യക്തിപരമായി അവരോടൊരു പ്രണയം പറയുകയും ആ പ്രണയം അവർ നിരസിക്കുകയും ചെയ്തതിന് ശേഷം അവരെ യഥാർത്ഥത്തിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് വർഷങ്ങളായി പുറകെ നടന്ന് അവരെ മറ്റേ സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിന് മുമ്പിലേക്കും വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കാൻ പുള്ളി ചാൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെതിരെയാണ് യഥാർത്ഥത്തിൽ നടപടി എടുക്കേണ്ടത്. സനൽകുമാർ ശശിധരൻ ഈ പണി നിർത്തണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. സനൽകുമാർ തീർച്ചയായും. അല്ല, അറസ്റ്റ് ചെയ്യാത്തതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ നിയമപ്രകാരം എന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റോക്കിംഗ് ആണെങ്കിലും ഒക്കെ ഇത്രയൊക്കെ ഉള്ളു. അറസ്റ്റ് ചെയ്താലും 2 ദിവസം കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും. അല്ലാതെ വലിയ സംഭവം ഒന്നും ഉണ്ടാകാൻ പോണില്ല. ഇവിടെ കൊലപാതക കേസിൽ പോലും ജാമ്യത്തിൽ ഇറങ്ങും. പിന്നെയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് അതുണ്ടാവും. പിന്നെ അത് വീണ്ടും ഉണ്ടാക്കാവുന്നത് സ്വന്തം മുഖത്ത് തന്നെ ചെളി തെറിപ്പിക്കലാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മഞ്ജു വാര്യരൊന്നും അതിന് തയ്യാറാകാത്തത്. അവർ കൃത്യമായി കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതെടുത്തിട്ടുണ്ട്. എൻ്റെ ഉത്തരവാദിത്തം, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു, സനൽകുമാറെ ഈ പണി നിർത്ത്. എന്തായാലും സനൽകുമാറിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇതാണ്: എനിക്കെതിരെ നിങ്ങളൊരു കേസ് എടുത്തിട്ടുണ്ട്, അതിൽ വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയിട്ട് ഞാൻ തെറ്റുകാരനാണെങ്കിൽ എനിക്ക് തൂക്കുമരം അല്ലെങ്കിൽ എനിക്ക് കാരാഗ്രഹം തരണം എന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. രോമാഞ്ച കഞ്ചുകനാകല്ലേ? എനിക്കെതിരെ ഗൗതം പുള്ളി പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, എന്റെ കാര്യം. ഈ മണ്ടത്തരമൊക്കെ ഏതൊരു പോഴും വന്നിരുന്ന് പറയാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ ഈ ഗൗതത്തിന്റെ വീട്ടിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ സഹോദരിയോ ആരെങ്കിലും ഞാൻ സ്റ്റോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ ഞാൻ വന്നിരുന്ന് പറയണേ, അവര്
എനിക്കെതിരെ കൊടുത്തിട്ടുള്ള പരാതിയെക്കുറിച്ച് അങ്ങോട്ട് അന്വേഷിക്കുക, എന്നിട്ട് തൂക്കിക്കൊല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ തൂക്കിക്കൊല്ലാനൊന്നും വകുപ്പില്ല. നിങ്ങൾക്കെതിരെ അന്വേഷണം നടത്താനായിട്ട് നിങ്ങൾ പറയുകയും വേണ്ട. നിങ്ങൾക്കെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്വേഷണം നടത്തിയിട്ടുള്ള അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഇതിലൊരു കാര്യമുണ്ട് സാറേ. ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അങ്ങ് അന്വേഷിച്ചു പോയാലേ മറ്റു ചില കാര്യങ്ങളൊക്കെ വ്യക്തമാകും. അതുകൊണ്ട് വിട്ടേക്ക്, പ്രാന്തൻ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് ആ നിലപാട് ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തെറ്റല്ല. മറ്റു പല കാര്യങ്ങളൊന്നും വ്യക്തമാകാനൊന്നുമില്ല. ഒരൊറ്റ കാര്യമുള്ളൂ. ഇതിന്റെ പുറത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള ലോകത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സനൽകുമാർ ശശീന്ദ്രന് മേലും കീഴും നോക്കാനില്ല. ആ മുകളിൽ ആകാശവും താഴെ ഭൂമിയും, ഇടക്കൊക്കെ പുള്ളി ഈ പറയുന്ന പോലെ മറ്റേ സാധനം വലിക്കുമ്പോൾ മുകളിൽ ഭൂമിയും താഴെ ആകാശമാണ്. അതുകൊണ്ട് പുള്ളിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളത്, അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല, അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാളെ ജനപ്രീതി കുറഞ്ഞു പോയാൽ പോലും സിനിമ കുറഞ്ഞ് അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം അത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് അവരങ്ങോട്ട് പോട്ടേന്ന് വെക്കണേണ്. ആ പോട്ടേന്ന് വെക്കുന്നതിൻ്റെ മാക്സിമം എക്സ്പ്ലോയിറ്റേഷനാണ് സനൽകുമാർ ശശിധരൻ ഇവിടെ കിടന്ന് പൂന്തു വിളയാടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പണി നിർത്തൂ. അതിൽ നിന്ന് ബൈ ചാൻസിന് ആണുങ്ങളായതുകൊണ്ട് മറ്റേ ടൊവിനോ തോമസും മറ്റേ ജോർജ് ജോർജും രക്ഷപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യർക്ക് ഇപ്പോഴും രക്ഷപ്പെടാൻ പറ്റില്ല. എന്തായാലും പൊതുസമൂഹം ചിന്തിക്കുകയാണ്, മഞ്ജു വാര്യർ പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നതെന്ന്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അവർ ജീവിക്കുന്നത്.